നീക്ക് ഞാൻ ആരാണെന്ന് അറിയാതെ എന്റെ മീത്ത് കൈവച്ചടാ. നിന്റെ ചന്തിക്ക് നാലെണ്ണം പൊട്ടിച്ചവിടെ നല്ല മുളകപ്പൊടി തേച്ച് തിരുമ്പാ വേണ്ടത്. You don't know മലയാളം? No, I don't know മലയാളം. അതുകൊണ്ടല്ലേടാ ഞാൻ പറയുന്ന മലയാളത്തിൽ. കുഞ്ഞാ മതിയടി, ഒരുപാട് പേര് ഇപ്പൊ താഴെ വീട് കിടക്കുക. ഇനി അതിനെയും കൂടി താഴെ ഇടണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ ആരാന്ന് അറിയാതെ ബാടി മഞ്ജു, കുഞ്ഞെവിടെ? എന്റെ ഒപ്പം എക്സസൈസ് ചെയ്യാൻ വരുന്നതാ. ഇന്ന് അവളെ കണ്ടില്ലല്ലോ. കുഞ്ഞും കുട്ടും കൂടി പുറത്തേക്ക് പോയി സജീവേട്ടാ. എന്തോന്ന് സ്പെഷ്യലായിട്ട് രണ്ടുപേരും ഉണ്ടാക്കണ്ടത്രേ. സാധനങ്ങൾ മേടിക്കാൻ പോയതാ. ഓ മൈ ഗോഡ്, നീ വണ്ടിയുടെ കീ എടുത്ത് വെക്കേ. കീയോ? അതെന്തിനാ സജീവേട്ടാ? രണ്ടുപേരും ആദ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കല്ലേ. മഞ്ജു, നീ ആലോചിച്ച് നോക്ക്. വയറുവേദന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് എല്ലാ സാമഗ്രികളും ഹോസ്പിറ്റലിൽ പോവാതെ ഇവിടെ തന്നെ വെച്ചേക്ക്. നമുക്ക് ഓടി നടന്നെടുക്കണ്ടല്ലോ. സജീവേട്ട വർത്താനം കേട്ടാ തോന്നുന്നു നമ്മള് ഡെലിവറിക്ക് പോവാണെന്ന്. എന്താ സജീവേട്ടാ, നമ്മളെ കുട്ടികളെ നമ്മൾ എന്നെ വിശ്വസിക്കണ്ടേ? എനിക്ക് എന്റെ മക്കളെ വിശ്വാസമുണ്ട്. അവർക്ക് എന്റെ കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ സമയം ഒരുപാടായി രണ്ടാളും പോയിട്ട്. ഇതുവരെയായിട്ടും കാണുന്നില്ലല്ലോ. ചേട്ടൻ അനിയത്തി കൂടി പുറത്തു പോയ ടൈം ഒരുപാട് എടുക്കൂല മഞ്ജു, നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ അവരുടെ പാചക പരീക്ഷണത്തിന് നീ തന്നോട് നിന്നോടുത്താ മതി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. രണ്ടും കൂടി എവിടെ പോയി കിടക്കായിരുന്നു? സാധനങ്ങൾ മേടിച്ചിട്ട് വരാന്ന് പോയതാ. ഇപ്പൊ മുഖത്ത് പാണ്ടും ചൂട്ടൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. രാവിലെ പോയിട്ട് ഈ പാതിരാത്രി ആകുമ്പോഴാണ് കേറി വരാൻ സമയം കണ്ടത്. എവിടെയായിരുന്നു? അറിയാനുണ്ടോ? ഒരു സ്ക്രാച്ചിലുള്ളൂ. പാണ്ടും ചൂട്ടൊക്കെ എന്ന് പറയുന്നത് എന്താ? മമ്മ, വാട്ട് ഈസ് ദ പാണ്ടും ചൂട്ട്? മമ്മ, എന്റെ കുഞ്ഞികൃഷ്ണ, ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് ഒരു മാലാഖയല്ലേ? ഇമ്മാതിരി ചെകുത്താനാണ് നീ എനിക്ക് തന്നത്. നീ എവിടെ ചെന്നാലും പ്രശ്നമാണല്ലോടി. കൂട്ടത്തിൽ എന്റെ കുട്ടനെയും കൂടി അതിനെ കൊണ്ട് ചാടിക്കും. നീ ഒരു പെണ്ണ് എന്നുള്ള വിചാരം വേണ്ടേ നിനക്ക്? ഓ, മമ്മയുടെ നല്ലവനായ ഉണ്ണി തന്നെയാ. തുടക്കം കുറിച്ച എല്ലാത്തിനും. എന്നിട്ട് കുറ്റം മുഴുവൻ എന്റെ തലയിലും. കുഞ്ഞ്, നീ ഒരുപാട് വായിട്ടലയ്ക്കാൻ നിൽക്കരുത്. എന്റെ കുട്ടൻ പാല് പോലത്തെ എന്റെ കുഞ്ഞ്, അവന്റെ മേത്തൊക്കെ ഒരു പാടായി. കുട്ടാൻ നിനക്ക് കുഴപ്പമില്ലല്ലോ? ഒന്നുമില്ല. മമ്മ നിനക്ക് പാലും മുട്ടയൊക്കെ എടുത്തു വെക്കാം. ഇതിന് ആരോഗ്യമൊക്കെ വരട്ടെ. എനിക്കും വേണം പാലും മുട്ടയും. നീ 2 ദിവസം പട്ടിണി എടുക്ക്. അപ്പൊ നിന്റെ എല്ലിനിടെ കുത്തലൊക്കെ മാറിക്കോളും. മഞ്ജു, എന്റെ കുഞ്ഞിക്ക് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ. എന്റെ നല്ലവനായ ഉണ്ണിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. പിള്ളേരെ, എന്തെങ്കിലും കുഴപ്പം വരുമോ? ഇല്ലടാ, ഞങ്ങളവരെ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതോട് പ്രശ്നമൊന്നുമില്ല. പോലീസിൽ ഏൽപ്പിച്ചോ? എന്തായാലും അത് നന്നായി. ജീവനുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവൻ ഉണ്ടാവില്ലായിരുന്നു. ഇവിടെ അമ്മാതിരിൽ അറ്റാക്ക് ചെയ്തായിരുന്നേ. എങ്ങനെയൊക്കെ ഞാൻ അതിനെ പിടിച്ചു വലിച്ചു കൊടുന്നത് അവിടുന്ന്. കുറച്ചു നാളെന്തായാലും നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നാവോ. ഇവിടുത്തെ നിയമൊക്കെ കുറച്ച് കർശനാന്ന് അറിഞ്ഞൂടെ പിള്ളേരെ. എന്നിട്ട് ഓരോ വയ്യാവലിയിൽ ചെന്ന് ചാടിക്കോളും. പിന്നെ ആ ജയിലായവർ എങ്ങനെയുള്ള ആൾക്കാരെന്ന് എങ്ങനെ അറിയാം? അവന്മാര് വല്ല റിവെഞ്ച് എടുക്കാൻ എങ്ങാനും വന്നാലോ? നമുക്ക് നാട്ടിൽ പോവാം. അമ്മ ഇപ്രാവശ്യം ഓണത്തിന് ചെല്ലാൻ പറഞ്ഞതാ. ഓ മൈ ഗോഡ്. മമ്മ, ഈ പെരുമണ്ണ നാട്ടിൽ കൊണ്ടുപോകാനല്ലേ? ഞാൻ വരുന്നില്ല. മമ്മയുടെ ഈ നല്ലവനായ ഉണ്ണിയും കൊണ്ട് മമ്മിയും ഡാഡിയും കൂടി പൊക്കോളും. എല്ലാ പ്രാവശ്യം ഞാനല്ലേ പോകുന്നത്? ഇപ്രാവശ്യം നീ തന്നെ പോകും. ഞാൻ പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ല നാട്ടിൽ വരാൻ. ഐ എം നോട്ട് ആസ്കിങ് യു, ഐ എം ഓർഡറിങ് യു. മര്യാദയ്ക്ക് വന്നോണം. നാട്ടിലെല്ലാവരും നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചിരിക്കുക. പ്രത്യേകിച്ച് എന്റെ അമ്മ, നിങ്ങളുടെ ഗ്രാൻഡ്മ. മമ്മ എന്നും കാണുന്നല്ലേ? ഗ്രാൻഡ്മ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ സംസാരിക്കാറുമില്ലേ? പിന്നെന്താ പ്രശ്നം? ഫോണിൽ കണ്ടോണ്ടിരുന്നാ മതിയോ? നേരിട്ട് കണ്ടേ. നിന്റെ 1.5 വയസ്സുള്ളപ്പോ കണ്ടതാ അവര്. പിന്നെ നിന്നെ നേരിട്ട് അവര് കണ്ടിട്ടില്ല. നീ ഞങ്ങളുടെ കൂടെ വരില്ലല്ലോ നാട്ടിലേക്ക്. ആ കൂടി കുട്ടനെ ഞങ്ങൾ മാത്രം ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടുള്ളൂ. അത് അവന് 16 വയസ്സുള്ളപ്പോഴാ. ഇത്ര കൊല്ലായില്ലേ അവര് കാത്തിരിക്കുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. മര്യാദയ്ക്ക് 2 ദിവസം കഴിഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്താണ് സഞ്ജോട്ടാ. നമ്മൾ പോകുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഭക്ഷണം പോലും കഴിക്കത്തില്ല. മഞ്ജു, ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ മോളെ. നമുക്ക് എന്തായാലും നാട്ടിൽ പോവാം. ഞാനും കുറെ ആയില്ലേ നാട്ടിൽ പോയിട്ട്. അച്ഛനമ്മയും മരിച്ചതിന് ശേഷം അങ്ങനെ നാട്ടിലേക്ക് പോക്കില്ല. ഇപ്രാവശ്യം സാവിത്രി നാട്ടിലേക്ക് വരണ്ടത്രേ. എന്തായാലും നിന്റെ തറവാട്ടിലേക്ക് അവളെയും വിളിക്കാം. അപ്പോ എല്ലാരും കൂടി ഒത്തുകൂടാലോ. അവളെ കണ്ടിട്ട് എത്ര നാളായി. കഴിഞ്ഞ മാസത്തില് നമ്മുടെ സാവിത്രി ദുബായിൽ പോയി കണ്ടത്. ഇത്ര പെട്ടെന്ന് മിസ് ചെയ്യുന്നോ?
എടാ അവളെ എന്റെ അനിയത്തിയുടെ നിനക്ക് മനസ്സിലാവത്തില്ല. ഒരാഴ്ചയായാലും അതെനിക്കൊരു കൊല്ലത്തിന് പോലെ അവളെ കാണാതിരിക്കുന്നത്. ഞാൻ എന്തായാലും ടിക്കറ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാൻ പോവാ. ആട്ടി പോയിട്ട് ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം സദ്യയും. ഓ ഒരു പിടുത്തം തന്നെ. ഓണം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുള്ളൂ. മര്യാദക്ക് ഇവിടെ പെരുമാറിക്കോണം. രണ്ടു ദിവസം തന്നെ തികച്ചു നിൽക്കുമെന്ന് അറിയില്ല. അപ്പോഴാ മമ്മിയുടെ ഓണം. മഞ്ജു വന്ന് കേറി ഫ്രഷ് ആയ ഉടനെ ഇതിന് നിക്കാൻ നീ വന്ന് വലി കഴിക്കേ. ഓ ഞാൻ വരാ ഏട്ടത്തി. ഇതൊക്കെ നീ എടുത്ത് വെക്കട്ടെ. പിള്ളേർക്ക് ആവശ്യമുള്ളത് കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുത്തില്ലെങ്കിലേ രണ്ടും കൂടെ ഇവിടെ കിടന്ന് ബഹളായിരിക്കും. വേഗം എടുത്തു വെച്ചിട്ട് വരും മഞ്ജു. സഞ്ജുവിന്റെ കഴിക്കല് കഴിഞ്ഞു തുടങ്ങി. പിള്ളേരെ വിളിക്കട്ടെ, അവരെ കണ്ടില്ലല്ലോ. ഞാൻ വിളിച്ചോളെ ഏട്ടത്തി. ഞാൻ എന്റെ കഴിഞ്ഞു. ഞാൻ വരേനെ എടുത്തിടപ്പം. കുഞ്ഞാ കുട്ട വരുന്നുണ്ട്. രണ്ടാളും ഫുഡ് എടുത്ത് വെച്ചിരിക്കുന്നു. പതിയെ കഴിക്കണ്ട കുട്ടിയെ, നെറുകെ കേറും. അമ്മേ എത്ര നാളായി ഞാൻ എന്റെ അയ്യോണ്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നെന്ന് അറിയോ? മടുത്തു തുടങ്ങി. ഇപ്പഴാ വായിക്ക് രുചിയായി കഴിക്കുന്നേ. ഏടത്തിമ്മയുടെ കൈകൊണ്ടുള്ള ഫുഡ് എന്തൊരു ടേസ്റ്റാ. At last, Mom, you agreed. Your food is not delicious. കുഞ്ഞ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടിയില്ല, എന്റെ മേടിക്കും. ഭക്ഷണം കഴിക്കുമ്പോഴാണോ മഞ്ജു കുട്ടികളെ ചീത്ത പറയണേ? മോള് ഭക്ഷണം കഴിക്കൂ കുഞ്ഞ, അമ്മമ്മ നോക്കിക്കോളാം. അമ്മ ഒന്നും പറയില്ല. സഞ്ജു ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? അവിടെ തന്നെ സ്ഥിരാക്കണോ? ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു ശിവ. എന്തായാലും അവിടെ തന്നെ ആയിരിക്കും. പിള്ളേര് വരാൻ സമ്മതിക്കത്തില്ല. ബിസിനസിന്റെ പകുതി കാര്യങ്ങളിപ്പോ ലക്ഷ്മണ നോക്കുന്നേ. അതോടെ എനിക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാം. അങ്ങനെ എന്റെ കുട്ടനങ്ങ് വലുതായല്ലോ. ഇനിയൊരു പെണ്ണൊക്കെ കെട്ടാൻ ചെറുക്കാൻ നിനക്ക്. അതെന്തോന്നാ അമ്മേ, കുട്ടന് നാണം വരുന്നെന്നാ പറയുന്നേ. ഇതിനൊക്കെ നാണിക്കാൻ എന്താ? അമ്മൂമ്മ ഒരു കുട്ടിയെ കണ്ടുപിടിച്ചേരാ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ കല്യാണം അങ്ങ് നടത്തിയിട്ട് അമ്മൂമ്മ വിടുന്നുള്ളൂ. നമ്മുടെ വിദ്യ മൂന്ന് ചേരും. കുട്ടനെ മുറപ്പെണ്ണ അവള്. എന്ത് നല്ല ഭംഗിയാന്നറിയോ? നിന്റെ അമ്മാവനെ പോലെ തന്നെയാ കാണാൻ. പിന്നെ നല്ല പഠിപ്പുണ്ട്. പഞ്ചപാവ. പറഞ്ഞു തീർന്നില്ല. ദാ വന്നല്ലോ എന്റെ കുട്ടി വിദ്യ. ബ്രോ എല്ലാരും ഇരിപ്പുണ്ട്. നോക്കി വെള്ളയിറക്കിയത് മതിയടാ. എല്ലാരും ഉണ്ടല്ലേ? ഞാൻ കുറച്ച് നേരം വൈകി. അതൊന്നും സാരില്ല മോളെ. കഴിഞ്ഞാലും ഞാൻ നിന്നെ കണ്ടേക്കാട്ട് ഇപ്പോഴും കൂടി ക്യൂട്ടായിട്ട് വന്നിരിക്കുകയാണല്ലോ. ശരിക്കും ഇവിടെ ഏട്ടനെ പോലെ. പക്ഷെ ഏട്ടൻ ഇത്ര ചെറുപ്പത്തിൽ ക്യൂട്ടായിരുന്നില്ലല്ലോ. മഞ്ജു അവളെ പുകഴ്ത്തിയിട്ട് നീ എനിക്കിട്ടൊരു പൊട്ട് തന്നല്ലേ? ഏട്ടന് അങ്ങനെ തോന്നിയോ? ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഈ പോടി മാക്കാച്ചി, പണ്ട് നിന്നെ എല്ലാരും അങ്ങനെയല്ലേ വിളിച്ചിരുന്നേ? സ്കൂളിലൊക്കെ അത് ഫേമസ് ആയിരുന്നു. അമ്മ ഏട്ടൻ നോക്ക് പിള്ളേരെ മുന്നിൽ വെച്ച്. എന്താടി നീ ആയിട്ട് ഉണ്ടാക്കിയതല്ലേ? അവനവിടെ മിണ്ടാതിരിക്കാറുതല്ലേ? അവനെ ചെന്ന് ചോറിഞ്ഞു കൊടുത്തിട്ട് മേടിച്ചു കൂട്ടും. രണ്ടിനും വലുതായി എന്നൊരു വിചാരമല്ലേ? പിള്ളേരെ കെട്ടിക്കാറെ എന്നിട്ടാ കുട്ടിത്തം മാറാതെ നടക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും. ഇനി ഇവിടെ വല്ല പ്രശ്നം രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാ ചട്ടങ്ങം പഴിപ്പിച്ച് രണ്ടിനും ഞാൻ അങ്ങ് വെച്ചു തരും. ഇവിടെ ഇങ്ങനെയാണ് നടത്തിയത്. ഞാൻ മുന്നേ തന്നെ വന്നേനെ. അമ്മേ പിള്ളേരെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ മാനം കളയുന്നല്ലേ ഏട്ടാ? ആഹാ, നിങ്ങൾ രണ്ടും ചെയ്തേനില്ല, ഞാൻ പറഞ്ഞേനു. ഒന്ന് പോരണ്ടു. നിന്റെ മക്കളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. മോളെ വിദ്യേ, ഇതാ നിന്റെ അച്ഛമ്മകളുടെ മോൻ കുട്ടൻ. ഞാൻ പറഞ്ഞോളാം. ഹായ് വിദ്യ, ഞാൻ ലക്ഷ്മൺ. കുട്ടന്ന് വീട്ടിൽ വിളിക്കണം വരാട്ടോ. എനിക്കറിയാം, കുട്ടിയുടെ ഇവിടെ മുന്നേ വന്നിട്ടുണ്ടല്ലോ. ആ ഇതാ അമ്മമ്മ അങ്ങ് മറന്നുപോയി വിദ്യ മോളെ. കുട്ടന്റെ അനീതിയായിരിക്കുന്നത് കുഞ്ഞ ലീല. ഗ്രാൻഡ്മ നോ, ഞാൻ ആ പേര് മാറ്റി. ഗ്രാൻഡ്മ എന്നെ ചെറുപ്പം മുതൽ എല്ലാരും പറയപ്പെടുന്ന ലാവണ്യ എന്ന പേരില. വിദ്യ, ഐ എം ലാവണ്യ. നൈസ് മീറ്റ് യു. പേര് നീ എത്ര മാറ്റിയാലും അമ്മമ്മ നിന്നെ ലീലാനെ വിളിക്കൂ. നിന്റെ മുത്തച്ഛൻ
എനിക്ക് ആഗ്രഹിച്ചിട്ട പേരാ, എന്റെ അമ്മായിമ്മയുടെ പേരാ അത്. എനിക്ക് നിന്നെ ലീല എന്ന് വിളിക്കാനാ ഇഷ്ടം. ഓ മൈ ഗോഡ് ഗ്രാൻഡ്മാ, ഗ്രാൻഡ്മാ നമ്മൾ മാത്രമുള്ളപ്പോ എന്നെ ലീല എന്ന് വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ കുഞ്ഞാന്ന് വിളിച്ചോ. ലീലക്കാട്ടും ബെറ്ററാ. ലീല എന്ന പേരിന് എന്താ കുഴപ്പം? എന്തായാലും എൻ്റെ കുട്ടിക്ക് വിഷമാവണ്ട. നമ്മൾ തനിച്ചുള്ളപ്പോഴേ ഞാൻ വിളിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ കുഞ്ഞ പോരെ. കുഞ്ഞ, താൻ ടയേർഡാണോ? ഇല്ല വിദ്യ, ഞാൻ പുറത്ത് വായനശാല വരെ പോകുന്നുണ്ട്. താൻ എൻ്റെ കൂടെ വരുന്നോ? നീ നടക്കൊന്ന് വെറുതെ ചുറ്റിക്കാണാന്നേ. ബ്രോ, ആർ യു കമ്മിങ്? No boys, you enjoy your village journey. I'm going to sleep. Bye. കുഞ്ഞു ഓടല്ലേ, പതിയെ നടക്ക്, വീഴുട്ടോ. നിന്നെ ഇതുപോലെ തന്നെ വീട്ടിലെത്തിക്കണം. അതൊന്നും കുഴപ്പമില്ല വിദ്യ, സോ ബ്യൂട്ടിഫുൾ പ്ലേസ്. വിദ്യ, അവിടെ എന്താ ആൾക്കൂട്ടം? എന്തെങ്കിലും ഫെസ്റ്റിവൽ ആണോ? അത് മുടിയാതെ എന്താ ചൊല്ലുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. ഇതിവിടെ നടക്കുന്ന കാര്യമല്ല. അയ്യോ, ഇങ്ങോട്ട് കുഞ്ഞ, അങ്ങോട്ട് പോവരുത്. അവിടെ എന്റെ ചേട്ടനുണ്ടാവും. വാട്ട്സ് റോങ്? ഹിസ് ബ്രദർ ഈസ് ഹിയർ. അയ്യോ കുഞ്ഞ, അങ്ങോട്ട് പോകാൻ പാടില്ല. അത് ഗ്രാമീണ സഭയാ. നീതിക്ക് വേണ്ടി പോരാടാ, ജസ്റ്റിസിന് വേണ്ടി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കുന്ന എന്റെ ഏട്ടനാ. അവിടെ ചിലപ്പോ അടിയിടിയും കുത്തൊക്കെ നടക്കും. നമ്മള് കണ്ടാത് പേടിക്കെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ചീത്ത പറയും അങ്ങോട്ടൊന്നും വരരുതെന്ന്. ജസ്റ്റിസ്? Doesn't police and courts accept to executive justice? One day come. പോലീസും കോടതിയൊക്കെ ഉണ്ടടാ. നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞിട്ടേ പോലീസ് ഇക്കാര്യത്തിൽ ഇടപെടത്തുള്ളൂ. പിന്നെ പോലീസ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താ വെച്ചാ, ഇവിടെ അടിയും പിടിയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് ഈ സമയത്ത്. അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അവർ നിൽക്കുന്നതാ. ഇത് പണ്ട് മൂലയ്ക്ക് നടന്നു വരുന്നതാ. ഇതുവരെയായിട്ടൊരു മാറ്റം വന്നിട്ടില്ല ഈ ഗ്രാമീണ സഭയ്ക്ക്. നാട്ടുകൂട്ടം പരിപാടി അതവിടെ നടക്കട്ടെ. നമുക്ക് ലൈബ്രറി പോവാ. താൻ വാ. എനിക്ക് റീഡിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. താൻസല്ലേ, ഞാൻ ഇവിടെ തനിക്ക് ഒരു വെയിറ്റ് ചെയ്തോളാം. ശരി, ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ വേഗം ബുക്ക് എടുത്തിട്ട് വരാം. നാട്ടുകൂട്ടത്തിന്റെ അവിടേക്ക് പോകരുത് കേട്ടോ. എനിക്കും കൂടി അവകാശപ്പെട്ടതാ സ്വത്ത്. ഒന്ന് ഉയിരോട് വിടാൻ പറ്റാ. അണ്ണനും തമ്മിൽ അടങ്ങിയിരുന്നാണ് ഇവിടെ എന്റെ തീരുമാനം. ചത്ത് തലയ്ക്ക് വീണ് നിൽക്കുന്ന ഞങ്ങളുടെ തന്തയ്ക്ക് തലയ്ക്ക് ഒരു സ്വസ്ഥത കൊടുക്കില്ലല്ലേ? അവൻ നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോ എല്ലാം ഭാഗം വെച്ച് തന്നതല്ലേ? പിന്നെ എന്തിനു വേണ്ടിയാ ഈ കിടന്ന് കടിപിടി കൂടുന്നേ? അരി കേൾക്കുന്നതൊക്കെ നീ ആരടാ? ഇത് ഞങ്ങളൊരു ഫാമിലി മാറ്റർ. വീട്ടിലെ കാര്യം വീട്ടിൽ തീർക്കണടാ, അല്ലാതെ അടിപിടി കൂടി പൊതുവഴിക്കുന്ന പൊതുജനങ്ങൾ ഇടപെടും. ഇവിടെ എന്തൊരു നിയമമുണ്ട്, അതനുസരിച്ചിട്ട് എല്ലാരും പോയാ മതി. ഡേ യാരടാ നീ? എനിക്ക് இந்த நாட்டு ரூல் தெரியாது, எனக்கு பாலிக்க முடியாது. எனக்கு எப்பா சொத்து வேணும். இந்த நிக்கிற மலையாளி என் அப்பாவோட வெப்பாட்டிக்கு பிறந்தவன். என் அப்பா இறந்ததுக்கு முன்னாடி பகுதிய சொத்து இவன் பேர்ல எழுதி வச்சுட்டான். என்னால எதை ஏத்துக்க முடியாது. அந்த சொத்து என் பேர்ல இப்பவே வந்துடணும். இல்லனா இவன் உயிரை இங்கேயே நான் எடுத்துருவேன். அப்ப எனக்கு தானே அந்த சொத்து கிடைக்கும். அந்த அனாதைக்கு யாரும் இல்லையே. என்னடா என்னடா പാക്കற? പറ്റില്ല, എന്റെ അച്ഛൻ എനിക്ക് തന്നാ അത്. ഇഷ്ടക്കുഞ്ഞ്, എന്റെ മോന്, എന്റെ പേരക്കുട്ടിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ കാലം കൂടി കഴിഞ്ഞാൽ അവൻ ആരുമില്ല. അവന്റെ അച്ഛനമ്മ അവസാനമായിട്ട് അവന് കൊടുത്തു പോയത് ആ സ്ഥലം മാത്രം. അതും നഷ്ടപ്പെട്ട് എന്റെ കുട്ടി എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തകുഞ്ഞ്. എന്താ നാരായണേട്ട് അങ്ങനെ കരയുന്നേ? ഞങ്ങളൊക്കെ കൂടെയില്ലേ? ഒരു കുഴപ്പം ഉണ്ടാവില്ല. എല്ലാത്തിനും തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കും. കണ്ണൻ ആരും ഒന്നും ചെയ്യില്ല. നമ്മുടെ നാട്ടിൽ വന്ന ഒരുത്തിനും ചോരത്തലപ്പ് കാണിക്കണ്ട. മുനിയാണ്ടി, அந்த ആയുധം എല്ലാം എടുത്തുക്കോ. നമുക്ക് വേല വന്നിടിച്ച്. അപ്പൊ യുദ്ധം തുടങ്ങാനാണെങ്കി നീ അധികം കൂടെ തിളക്കണ്ട. ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. ഇവിടെ സുബേണ്ടി ആയുധങ്ങൾ എടുക്കടാ. മധുസൂദന തേണ്ടി, എന്റെ പേര് സുഭാഷ്ണ, സുബാണ്ടിയല്ല. ഞാൻ ആയുധം എവിടെ നിർത്തോണ്ട് വരാൻ എവിടെ ഇരിക്കുന്നതിന്? ഇവിടെ നാട്ടിക്കാതെ എവിടെന്നെങ്കിലും കല്ലോ പൊട്ടിയോ മുട്ടിയോ എന്തെങ്കിലും എടുത്തുകൊണ്ട് വാടാ. എടാ വിഷ്ണു, നീ ഓക്കെ അല്ലേ? എടാ ഒരുത്തനും വെറുതെ വിട്ടേക്കരുത്. ഞാൻ ഓക്കെ. തുടങ്ങുമ്പോ പറഞ്ഞാ എന്നെ പാത്തിട്ട് നിൽക്കേ. സ്റ്റാർട്ട് പണിക്കൂടാ. എല്ലാതെയും പൂട്ട് തള്ളിയിട്. മധു പിച്ചു ഓടിപ്പോയിടാ. ഇനി എന്ത് ചെയ്യും? ഇത് പതിവുള്ള തന്നെ നോക്കി നിൽക്കാൻ എല്ലാത്തിനും അടിച്ചു ഒതുക്ക്.
മാറ്. അയ്യോ ക്ഷമിക്കണം, ഞാൻ അറിയാതെ ഓടി വന്നപ്പോ പറ്റിപ്പോയതാ. കുറച്ച് അർജന്റായിരുന്നു, അതുകൊണ്ടാ. കുട്ടീനെ ഇവിടുത്തെ കണ്ടിട്ടില്ലല്ലോ. കുട്ടി ഏതാ? This is my first time here. മലയാളി ഇല്ലല്ലേ? ഐ എം റിയലി സോറി, എനിക്ക് അറിയാതെ പറ്റിയതാ. ഞാൻ ഇങ്ങനെ അവിടത്തേക്ക് ഇല്ലില്ല. ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. നമ്മളിനി ഒരിക്കലും കാണാതിരിക്കട്ടെ. ബൈ. He's really funny bunny. കുഞ്ഞ, ഞാൻ നേരെ വൈകിയോ? നമുക്ക് പോവാം. അത് സാരമില്ല, എനിക്ക് ഫണ്ണായിരുന്നു ഇവിടെ. ആരിട്ട് ഞാൻ ഒറ്റയ്ക്കല് താഴെ ഇട്ടത്. ഏട്ടാ വന്നെന്ന് തോന്നുന്നു. അവിടുത്തെ കാര്യങ്ങൾ പറയുന്ന കേട്ടല്ലേ? ആ വിദ്യയും കുഞ്ഞുമോള് വന്നല്ലോ. Oh my god, my little bunny. അയ്യോ, ഈ കൊച്ചല്ല കൊച്ച്. ഇതെങ്ങാനും എന്തെങ്കിലും ഇവിടെ പറയോ? നമസ്കാരം. എവിടെയായിരുന്നു വിദ്യ? എത്ര നേരം ഞാൻ വന്നിട്ട്? ലൈബ്രറിക്ക് പോയതേട്ടാ. ഞാൻ കുറച്ചേരം അവിടുന്ന് പുസ്തകം വായിച്ചു. അതാ നേരം വൈകിയത്. ഇത്ര നേരം ലൈബ്രറിയിൽ ഇരുന്ന് വായിക്കുന്ന സ്വഭാവം നിനക്കില്ലല്ലോ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? രണ്ടുപേരും കൂടെ എവിടെ കറങ്ങിയിട്ട് വരാ? പിച്ചു, കുട്ടികളൊന്നും പറയാതിരിക്ക. അവരെ ചുറ്റിക്കറങ്ങിയാൽ എന്താ കുഴപ്പം? കുഞ്ഞുമോള് ഇപ്പൊ നാട്ടിലെത്തിയിട്ടല്ലേ ഉള്ളൂ. നീ ഇത് പതിവില്ലാതെ എന്തിനങ്ങനെയൊക്കെ അവളെ പറയുന്നേ? വിദ്യമോളുടെ മുഖം നോക്ക്, ആകെ സങ്കടായി. വിഷ്ണു, നീ ചീത്ത പറഞ്ഞു. കുഞ്ഞ് എനിക്ക് നേരെ വെച്ചിട്ടുണ്ടാവാ. അവളെ ചീത്ത പറഞ്ഞു. അവള് കൈ തെണ്ടി നടക്കുന്ന സ്വഭാവമുള്ളത്. ഇവിടെ വന്നപ്പോ വിദ്യമോളെ നാശാക്കാൻ തുടങ്ങിയോ? വിചാരണ ചെയ്യാതെ മക്കൾ ഇത്ര നേരം വൈകിയതെന്താ? ലൈബ്രറി ഇരുന്നുകൊണ്ടാണോ അതോ ചുറ്റിക്കറങ്ങാൻ പോയോ? I was watching a play there, Dad. പ്ലേയോ? നീ എന്ത് പ്ലേയുടെ കാര്യമായി പറയുന്നത് കുഞ്ഞാ? അമ്മ, അവരെടുത്ത് ഇങ്ങനെ വിചാരണ ചെയ്യാൻ നിൽക്കുന്നത് എനിക്ക് വലിയ എടുത്തായിരുന്നു. ഞാൻ ഇത്ര ക്ഷീണിച്ചു വന്നത്, എനിക്ക് വിശക്കുന്നുണ്ട്. പിള്ളേരെ നിങ്ങളുടെ ഇടയിൽ പോവാൻ നോക്കി. അവരെ എങ്ങനെ വിചാരണ ചെയ്യാൻ? അവർ ഇത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇത്ര നേരം ഈ രണ്ടുപേരും ചോദ്യം ചെയ്തായിരുന്നു നീയല്ലേ? ഞങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോ അത് കുറ്റമായി. നീ ഇതെന്താടാ സ്ഥിരബോധമില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? പക്ഷേ ഇവന് വല്ലതും കഴിക്കാൻ കൊടുക്കുക. വിശന്നീ ചക്കന് പ്രാണായം തോന്നുന്നു. എനിക്ക് എന്താ വിഷ്ണു ഇന്ന് പറ്റിയത്? വന്ന് വലുതും കഴിക്ക്. ഞാൻ അതിന്റെ അസുഖമാണെങ്കിൽ മാറട്ടെ. Who are you? What do you want? I am Vishnu. I am coming. Yes, coming. I'm sorry to disturb you. I want to talk important matter. What important matter? Kunya, we are in a relationship. Don't tell anyone, please. Wait, what is our connection? It is first time we meet. Kunya, we will meet first time. That സംഭവം. Vishnu, are you talking nonsense? ഓ, ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും. പഠിക്കാൻ വിട്ട കാലത്ത് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞിരുന്നെങ്കിൽ. എന്നാ മലയാളത്തിൽ പറഞ്ഞ പോലെ ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അതാണ് കുഞ്ഞാ, എനിക്ക് മലയാളം നന്നായിട്ട് അറിയത്തുള്ളൂ പറയാൻ. ഇംഗ്ലീഷ് വായിക്കാൻ എഴുതാനൊക്കെ അറിയാം, പക്ഷെ പറയാൻ അല്ല, നീ ഇപ്പൊ മലയാളമല്ലേ പറഞ്ഞേ? കേട്ടിട്ട് എന്ത് തോന്നുന്നു? മലയാളം. കുഞ്ഞാ, നിനക്ക് മലയാളം അറിയാമായിരുന്നെങ്കിൽ ഒരു വാക്ക് പറയായിരുന്നില്ലേ? ഞാൻ അറിയാത്ത ഭാഷ വായിലിട്ട് നിന്റെ മുന്നിൽ നാണം കെടുവോ? നീ ചിരിച്ചോ? രാവിലെ നടന്ന കാര്യം ആരോടും പറയരുത് കുഞ്ഞാ. എല്ലാരും പറയുന്നവരെ ഞാൻ ബാഹുബലി തന്നെയാ, പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ഗാന്ധിജിയുടെ നടപാത തുടരുന്ന ആളാ. അതുകൊണ്ട് അടി കുത്തൊന്നും എനിക്ക് ഇഷ്ടമല്ല കുഞ്ഞാ. അതാ ഞാൻ എല്ലാത്തിനും ഒഴിവായി നിൽക്കുന്നത്. ഇവരെല്ലാവരും ഞാൻ വില്ലാളി വീരനാണ്, വീരമണികണ്ഠനാണെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഞാൻ പിന്നെ അത് തിരുത്താൻ നിൽക്കണ്ടല്ലോ. അവരുടെ മനസ്സ് വിഷമിക്കൂലേ? അതുകൊണ്ടാ കുഞ്ഞാ. ഓ സ്വീറ്റ് ലിറ്റിൽ ബണ്ണി, ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എല്ലാത്തിനും പേടിയാണെന്ന്. എന്തിനാ വെറുതെ ഈ നേരത്ത് വന്നിതൊക്കെ പറഞ്ഞത്? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായില്ലേ? ഇല്ല കുഞ്ഞാ, എനിക്ക് ബുദ്ധിമുട്ടായില്ല കേട്ടോ. ഇത് എന്റെ കാര്യല്ലേ. പക്ഷെ എന്റെ കാര്യല്ലല്ലോ, എനിക്ക് ബുദ്ധിമുട്ടായി. എന്റെ ഉറക്കം കളഞ്ഞിട്ടാ ഇത് കേൾക്കാൻ വേണ്ടി ഞാനിവിടെ കുത്തിയിരിക്കുന്നേ. സാറ് പോകുന്നോ അതോ? സോറി കുഞ്ഞാ, ഞാനത് വിചാരിച്ചില്ല. എന്തായാലും കുഞ്ഞിന്റെ ഉറക്കം പോയ സ്ഥിതിക്ക് നമുക്ക് വല്ല നാട്ടു വർത്താനം പറഞ്ഞിരുന്നാലോ? നാട്ടു വർത്താനം പറഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല. ഈ രാത്രി എന്റെ ഉറക്കം പോയതല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞ വല്ല യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാ തോന്നുന്നത്. അതെന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? എന്താന്ന് മനസ്സിലായില്ല?
ഈ രാത്രി ഈ റൂമിൽ നമ്മൾ രണ്ടുപേരും തനിച്ചാ വിഷ്ണു. എന്താ? ആ ജനലിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും ആ നിലാവിൻ്റെ ആ വെളിച്ചത്തിൽ ഈ അടച്ചിട്ട റൂമിൽ നമ്മൾ രണ്ടുപേരും മാത്രം. വിഷ്ണു പ്രായപൂർത്തിയായൊരു ബോയല്ലേ, എന്നിട്ടും ഞാൻ പറയുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ? കുഞ്ഞാ, നീ ഒരു പെണ്ണല്ലേ? എന്താ സംശയമുണ്ടോ വിഷ്ണുവിന്? കുഞ്ഞെ കളിക്കാതെ മാറി നിൽക്ക്. നിന്നെക്കാട്ടും 3 വയസ്സിന് മൂപ്പുണ്ട് ഞാൻ. നിന്റെ വിഷ്ണു ഏട്ടനാ. വിഷ്ണു വിഷ്ണു എന്ന് ഇങ്ങനെ എന്നെ വിളിക്കില്ലേ. മാറി നിൽക്കുക. എനിക്ക് പോണം. നമുക്ക് സംസാരിക്കണ്ട. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ബന്നി പോയി. ഗുഡ് നൈറ്റ്. ഹേയ്, ഗുഡ് മോർണിംഗ് വിദ്യ. എന്താ രാവിലെ തന്നെ പഠിത്താണോ? പഠിത്തമല്ല, ചെറുതായിട്ട് എഴുതാനുണ്ടായിരുന്നു. അത് എഴുതാൻ വേണ്ടി ഇരുന്നതാ. ഓ നൈസ്. വിദ്യ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നോ? ഇല്ല കുട്ടേട്ടാ, ഞാൻ എഴുതി കഴിഞ്ഞിട്ട്. ഞാനും കഴിച്ചിട്ടില്ല. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കം. എന്താണ് ഇങ്ങനെ പേടിക്കുന്നേ? ഞാൻ തന്നെ തിന്നാന്നല്ല പറഞ്ഞ വിദ്യ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞേ. കം വാടോ. ശിവ ശിവ, ഇത് എന്തായി കാണണേ? എന്താ ഇത്? നീ ഉറക്കപ്പിച്ചിൽ വല്ലതുമാണോ? പോയി അടിയിലത്തെ വസ്ത്രം ഇട്ടോ. അടി. മോർണിംഗ് കൃഷ്ണേട്ടാ. അങ്കിളോ? അങ്കിൾ എവിടെ നിൽക്കുന്നാ? ഞാൻ എന്റെ അച്ഛൻ ശിവദാസനെ വിളിച്ചല്ല, സാക്ഷാൽ മഹാദേവനെ വിളിച്ചതാ. ഇത് എന്ത് കോലത്തിലായി നിൽക്കുന്ന നീ? ഇത് ബാക്കി തുണി എവിടെ? നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. പോയി വേറെ ഡ്രസ്സ് എടുത്തിട്ട്. ഇന്നലെ ഇട്ട പാന്റ് ഷർട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഇതൊന്നും കൂടെ ഇടാൻ പറ്റില്ല. ഇങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പൊ രാത്രി ഇന്നലെ എന്റെ റൂമിൽ വന്ന് ചെയ്തതോ? ഞാനൊന്നും ചെയ്തിട്ടില്ല കുഞ്ഞു. നീ എന്നെ ചെയ്യാൻ നോക്കിയത്. എന്നൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പേക്ക് ഓടിക്കളഞ്ഞില്ലേ? ഇന്നലെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം, അന്ന് ഞാൻ കണ്ട കാര്യം കൂടി ഇവിടെ പറഞ്ഞാൽ എന്താകും? നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു പെങ്കൊച്ചിനെ പോലെ പെരുമാറാൻ പഠിക്ക്. ഇത് വീട്ടിനകത്തിട്ടാ മതി, പുറത്തേക്കൊന്നും ഇടരുത്. പറ്റത്തില്ല, ഞാൻ പുറത്തേക്ക് ഇടും. കുഞ്ഞ്, ഇതൊന്നും ശരിയല്ല കേട്ടോ. ഇതൊരു നാട്ടിൻ പ്രദേശാ. ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടാ ആളുകൾ പല രീതിയിലാവും നോക്കുന്നത്. അവര് നോക്കിക്കോട്ടെ, ഞാനെന്ത് വേണം? ഇവിടുള്ള ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. നമ്മുടെ കുടുംബത്തിനാ മോശം. ആമ്പിള്ളേരൊക്കെ തന്നെ നോക്കുന്നത് എനിക്ക് ഇഷ്ടല്ല. അതെന്താ വിഷ്ണുവിന് ഇഷ്ടമല്ലാത്ത? ഇഷ്ടല്ല അത്ര തന്നെ. പെൺകുട്ടികള് നല്ല സാരിയൊക്കെ കൊടുക്കുന്നത് എനിക്കിഷ്ടം. അതുദ്ദേശം പറഞ്ഞതാ, വേറൊന്നുമില്ല. ഞാൻ പോന്നു. നീ നിന്റെ ഇഷ്ടത്തിന് എന്താ ചേച്ചി? വിദ്യ, നീ രാവിലെ തന്നെ എന്താ അവിടെ ചെയ്യുന്നേ? പൂ പറിക്കാൻ വന്നതാ കുഞ്ഞ. പൂവിടണ്ടേ? പൂ മേടിച്ചാ പോരെ? പുറത്ത് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ കാണല്ലോ. ഇവിടെ തിരുവോണത്തിൻ്റെ ഉത്രാടത്തിൻ്റെ മാത്രം പൂ മേടിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇവിടുന്ന് അടുത്തുനിന്നൊക്കെ കിട്ടുന്ന പൂ പറിച്ചിടും. നൊസ്റ്റാലജി. വിദ്യ, ഇവിടെ എന്താ തിരുവോണത്തിന് വേറെന്താ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. അതെന്താ? പിന്നെ ഇവിടുത്തെ പകുതി ആളുകൾ എന്താ തമിഴ് സംസാരിക്കുന്നത്? അന്ന് കോവിൽ ഉത്സവ. ഓണം കഴിഞ്ഞിട്ട് എല്ലാ പ്രാവശ്യം ഉണ്ടാവാറ്. ഈ പ്രാവശ്യം ഓണത്തിന്റെ അന്ന് തന്നെയായി. നമ്മുടെ നാടിന്റെ അതിർത്തിക്ക് അപ്പുറം ചോലക്കുന്ന് എന്ന് പറഞ്ഞൊരു ഗ്രാമം, തമിഴ് ഗ്രാമം. ആ അതിർത്തിയുടെ അവിടെ ഈ കോവിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 കൂട്ടർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും അതിനെ ചൊല്ലി അടിയാ. ഇപ്രാവശ്യം ഓണത്തിനാ വന്നിരിക്കുന്നത്. ഉത്സവവും അടിയും എല്ലാം കൂടി പൊടി പൂരം തന്നെയായിരിക്കും. നല്ല രസം കേട്ടോ. എന്നാലും അവിടുത്തെ ഉത്സവം കാണാൻ 2 കൂട്ടരും കൂടി ഒന്നിച്ചെന്നെ നടത്തുക. എന്നാലും പ്രോബ്ലംസ് ഉണ്ടാവും. എന്തായാലും അതും കാണാൻ നിനക്ക്. അടിയും ഇടിയും അടിച്ച് പൊളിക്കാന്തായാലും. മക്കളെ, നമുക്ക് ഇപ്രാവശ്യം കുട്ടികളെ വിവാഹ നിശ്ചയം അങ്ങ് നടത്തിയാലോ? അമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹം പോലെ ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ പിള്ളേരെ മനസ്സിൽ എന്താണെന്നറിയണ്ടേ?
അവരോട് ചോദിച്ചിട്ട് പോരെ തീരുമാനമൊക്കെ. ഞാനതെത്ര ആലോചിച്ചില്ല. പ്രായം ഒരുപാടായില്ല എനിക്ക്. എല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ എൻ്റെ ഒരാഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ഞാനിനി എത്ര കാലം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാ. ഈ ഓണത്തിൻ്റെ സമയത്ത് ഇവരുടെ നിശ്ചയം കൂടി ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ എനിക്കെന്തോ മനസ്സിനൊരു സന്തോഷമായേനെ. കുട്ടികളുടെ അടുത്ത് ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ മതി. നിങ്ങൾ എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എനിക്ക് ശ്വാസം വിടാനൊരു ടൈമിങ്ങിനും തരുന്നുണ്ടോ? നീ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ കാത്തിരിക്കുന്നത്. നിനക്ക് വിദ്യ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ലെന്ന് പറ. നീ തെക്കോട്ടും വടക്കോട്ടും മേപ്പോട്ടും കീപ്പോട്ടൊക്കെ എന്തിനാ നോക്കിയിരിക്കുന്നേ? മമ്മ, ഞാൻ നെർവസ് ആയിട്ട് ഇരിക്കുക, അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നേ. എനിക്ക് വിദ്യനെ ഇഷ്ടാ, പക്ഷെ വിദ്യക്ക് എന്നെ ഇഷ്ടമാണോന്നും കൂടി അറിയണ്ടേ? കുട്ട, വിദ്യക്ക് നിന്നെ ഇഷ്ടമാടാ. ഞങ്ങൾ അവളുടെ അടുത്ത് ആദ്യം ചോദിച്ചേ. അവൾക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴാ നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ശരിക്കും വിദ്യ ചെറുക്കിന് നാണം വന്നു. നാളെ തന്നെ എന്തായാലും അമ്മയുടെ ഈ സന്തോഷ വാർത്ത പറയാം. അളിയ, നമ്മൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടില്ല. ഇനിയിപ്പോ നന്നായി സംസാരിച്ചു തുടങ്ങാം. അളിയന്മാരായില്ലേ, അതിന്റെ ഒക്കെ ആവശ്യമുണ്ട് അളിയ. ഉണ്ട്, ബന്ധങ്ങള് കൂടിക്കൂടി വരെയല്ലേ, ഇനിയും കൂടുമല്ലോ. ഇനി എന്താ കൂടാൻ? മനസ്സിലായില്ല. അല്ല, ഈ പരസ്യം പറയുന്നതായിട്ടില്ലേ, ചായയുടെ ഉയരങ്ങൾ കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുന്നവരെ ആഴത്തിലാവുന്ന ബന്ധങ്ങൾക്ക് സ്നേഹം കൂടുന്നു. അങ്ങനെയല്ലേ? കയ്യിൽ നിന്നെല്ലാം പോയി അളിയ. നിനക്ക് ഈയിടെയായിട്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ വിഷ്ണു. മമ്മി, ഡാഡി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? നോക്കിയിരിക്കാതെ കാര്യം പറയടി, എന്താണെന്നുള്ളത്. ഡാഡി, മമ്മി, എനിക്ക് കല്യാണം കഴിക്കാം. കേട്ടെന്നെന്താ കുഞ്ഞ, നിനക്ക് കല്യാണം കഴിക്കാൻ ഒരു മോഹം ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ കുഞ്ഞ? ഉണ്ടല്ലോ. ആ ദുരന്തം സംഭവിച്ചോ? ആരാടി മോളെ ആ അധബാഹ്യൻ? അത് വിഷ്ണുട്ടെ. മോനെ വിഷ്ണു! മോനെ വിഷ്ണു, എണീക്കടാ. എന്റെ മോളെ ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ ഇവന്റെ ബോധം പോയല്ലോ. ഞാൻ നോക്കി നിൽക്കാതെ വന്ന് പിടിക്കടാ കുട്ട. മോളെ പോയി വെള്ളം എടുത്തുണ്ടോ വിദ്യയെ? മോനെ വിഷ്ണു, എഴുന്നേക്കടാ. ഒരു പെണ്ണ് ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ നിന്റെ ബോധം പോയോ? ഇത്രയുള്ളൂ നിന്റെ ധൈര്യം? മോനെ വിഷ്ണു! വിഷ്ണു, എണീക്ക് മോനെ, ഇത് അച്ഛൻ വിളിക്കുന്നടാ, എണീക്ക്. എന്റെ കുട്ടി, നീ ഒരു നിമിഷം ഞങ്ങളെ പീഡിപ്പിച്ച് കളഞ്ഞല്ലോ. എഴുന്നേറ്റിരിക്കെ. വെള്ളം എന്തെങ്കിലും വേണോ കുട്ടിക്ക്? കുറച്ച് വെള്ളം എടുക്കമ്മ. മോനെ വിഷ്ണു, ഞങ്ങൾക്ക് മനസ്സിലായി നിനക്ക് കുഞ്ഞിനെ ഇഷ്ടമല്ലെന്നുള്ളത്. മോൻ പേടിക്കണ്ട, ഞങ്ങൾ ആരും നിർബന്ധിക്കാനൊന്നും വരുന്നില്ല. അവൾ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ പൊട്ടത്തരം വിളിച്ച് പറയും. അതിന് എനിക്ക് ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞു വെച്ചെങ്കിലേ? എനിക്ക് കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടമോ? ശരിക്കും? അയ്യോ, എനിക്കിത് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. ഇഷ്ടമാണെങ്കിൽ എന്തിനാ ചെറുക്ക ചക്ക വെട്ടിയിട്ട് എന്തിനാ വീണത്? ഞങ്ങൾ എല്ലാരും ഒരു നിമിഷം ഒന്ന് പേടിച്ചു പോയി. അത് പിന്നെ പെട്ടെന്ന് അവളെന്നെ ഇഷ്ടമാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഷോക്കിൽ ഞാൻ സന്തോഷം കണ്ട് വീണതാ. നിനക്ക് വീരം ഇടിയും കുത്തലും മാത്രമല്ലല്ലേ, ഒരു പെണ്ണ് ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോഴേക്കും മോശം കുടുംബത്തിന് മാനയും കളയാ. എന്താടാ ചെറുക്ക, എന്റെ കൊച്ചിനെ കളിയാക്കിയത് മതിയടാ. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷായി. ഇരട്ടി മധുരല്ലേ എനിക്കിപ്പോ കിട്ടിയത്. എന്റെ കാലം കഴിയുന്നതിന് മുമ്പ് എന്റെ കുട്ടികൾ ഒന്നിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭയം ഉണ്ടായിരുന്നു എന്റെ കുട്ടികളെ UK വല്ലവരെയും കൊണ്ടുവരുമെന്നുള്ളത്. എനിക്ക് നിങ്ങൾ ചേരുന്നതാ ഇഷ്ടം. എനിക്ക് സന്തോഷായി മക്കളെ. ആ എന്റെ കുഞ്ഞി, എന്റെ വാവ, എന്റെ മോള് കല്യാണപ്രായം എത്തി. അവളെന്നെ വിട്ട് പിരിയാണല്ലേ? സന്തോഷമുണ്ട്. വിഷ്ണുവിന്റെ കയ്യിലല്ലേ ഏൽപ്പിക്കുന്നേ, അവനിൽ എനിക്ക് വിശ്വാസ. ഇക്കൊല്ലം നമുക്ക് കല്യാണം നിശ്ചയം നടത്താം. ഈ ഓണത്തിന് തന്നെ. അടുത്ത കൊല്ലം ഓണാകുമ്പോഴേക്കും നമുക്ക് അവരുടെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്താം. അതല്ലേ അളിയാ നല്ലത്? അതന്നെ അളിയാ നല്ലത്. നമുക്ക് പണിക്കരെ കണ്ട് മുഹൂർത്തം കുറിപ്പിക്കാം. അതിനൊപ്പം ജാതകം നോക്കാം 4 പേരുടെ. വിഷ്ണു,
ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. അവസാനം പുലിയുടെ മടയിൽ ഞങ്ങള് കൊണ്ടിട്ടൊന്നും പറയരുത്. മോനെ, നിന്നെ ആലോചിച്ച് നിന്നോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് അച്ഛമ്മകള് പറയാ. എന്റെ മോളായതുകൊണ്ടല്ല. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ചെറുക്ക? എന്താ അച്ഛമ്മങ്ങളെ, കുഞ്ചി ഒരു പാവല്ലേ? നീ മാത്രമേ ഇത് പറയൂ. പുലിയുടെ മടയിലേക്കാ നീ കാലെടുത്ത് വെക്കുന്നെ. ദൈവമേ, ഈ കുഞ്ഞിനെ നീ കാത്തോണേ. എന്തായാലും നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. കുട്ടിയേട്ടാ, കുഞ്ഞി പാവല്ലേ? കല്യാണം മുടക്കാൻ വേണ്ടിട്ടാണോ ഏട്ടന്റെ അടുത്ത് എല്ലാവരും അങ്ങനെ പറഞ്ഞായിരുന്നേ? എന്തിനു കല്യാണം മുടക്കണം? കുഞ്ഞു പാവൊക്കെ തന്നെയാ. നിങ്ങൾ അറിയാത്തൊരു സ്വഭാവം കൂടി അവൾക്കുണ്ട്. അതാ ഞങ്ങൾ ഇത്ര പേടിക്കുന്നത്. എന്റെ ഏട്ടനത് താങ്ങാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അവനായിട്ട് എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരാൻ പോകുന്നത് വഴി തെങ്ങില്ലെന്ന് പറഞ്ഞ മാതിരി അവർക്ക് നമ്മൾ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. അവരുടെ കാര്യം വിട്, നമുക്ക് നമ്മുടെ കാര്യം സംസാരിച്ചൂടെ? നമ്മുടെ കാര്യോ? എന്ത് സംസാരിക്കാൻ? കുട്ടി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താ നമ്മുടെ കാര്യം സംസാരിക്കാനുള്ളത്? ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. അത് എന്താന്നാ ചോദിച്ചേ? അയ്യോ, ഇതൊന്നും പറ്റില്ല. അയ്യോ, എന്താ ഈ ചെയ്തത്? ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തു വിദ്യ, ഐ ആം സോറി. നിനക്കെന്നെ വിശ്വാസല്ലേ? ദൂരെ നിന്ന് വർത്താനം പറഞ്ഞാൽ മതി. കല്യാണത്തിന് മുമ്പ് എനിക്കിതൊന്നും ഇഷ്ടമല്ല. വിശ്വാസമൊക്കെ ഉണ്ട്. ഞാൻ പോണു. Silly girl. വിഷ്ണുടാ, ഇതൊന്നും പതിവില്ലല്ലോ. എന്താണ്? എന്ത് പറ്റി? കുഞ്ഞാ, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. വിഷ്ണു എന്താ അങ്ങനെ സീരിയസ് ആയിട്ട് ഫേസ് വെച്ചിരിക്കുന്നത്? എന്താ പറയാനുള്ള പറഞ്ഞോളൂ വിഷ്ണുട്ടാ. എനിക്ക് ഫൈറ്റ് ഒന്നും അറിയില്ല. ഞാൻ ആരും ഇതുവരെ അടിച്ചിട്ടില്ല. അതാളെ അന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. വിഷ്ണുത്തിന് എന്തിനാ എല്ലാരോടും കള്ളം പറഞ്ഞേ? ഇനി ഇപ്പൊ എന്തിനാ എന്നോട് ഇത് തുറന്നു പറഞ്ഞത്? എന്നിട്ട് എന്തിനാ ഈ കസരത്തൊക്കെ കാണിക്കുന്നേ? കുഞ്ഞാ, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു നുണയോട് കൂടി ആവരുത്. എന്തെങ്കിലും നീ ഇതറിഞ്ഞത് വിഷമിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നാലും നല്ലത്. പിന്നെ ഈ എല്ലാം കാട്ടിക്കൂട്ടുന്നത് നിനക്ക് വേണ്ടിയാ. ഭാവിയിൽ നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ അവിടെ എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയണം. അവിടെ നിന്ന് ഓടിപ്പോകരുതല്ലോ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ വേണ്ടി. നീ ചിരിച്ചോ? നിന്റെ ഈ ചിരി കാണാൻ നല്ല രസമുണ്ട്. എന്റെ വീട്ടുകാരോട് ഞാൻ ഇതെല്ലാം നുണ പറഞ്ഞത് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോണ്ടായ കഥയാ. 2 കുട്ടികൾ തമ്മിൽ വഴക്കൂടിക്കൊണ്ടിരുന്നപ്പോ ഏത് കുട്ടിയുടെ ഭാഗത്താണോ നീതി, ആ കുട്ടിയുടെ ഭാഗത്ത് ഞാൻ നിന്ന് സംസാരിച്ചത്. ആ ചെറുപ്രായത്തെ കാണിച്ചത് എന്റെ അച്ഛന് വലിയൊരു കാര്യമായിരുന്നു. അച്ഛന് അന്ന് എനിക്ക് പറഞ്ഞു തന്നു, തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനും നന്മ ചെയ്തവരെ കൂടെ നിൽക്കാനും പഠിക്കണമെന്ന്. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എല്ലാവരും മുന്നിൽ സംസാരിക്കും, പ്രവർത്തിക്കാൻ ഞാനില്ല. അവിടെ നിന്ന് ഓടിക്കളയും, അടിക്കൊന്നും എനിക്ക് പറ്റില്ല. അതാ കാര്യം. വിഷ്ണുട്ട് എനിക്ക് വേണ്ടി മാറാൻ ശ്രമിക്കണ്ട. വിഷ്ണുവിന്റെ ഈ നിഷ്കളങ്കതയാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വിഷ്ണുട്ടിന് എന്നെ കുറിച്ചൊന്നും അറിയണ്ടേ? UK വല്ല കൃഷിയോ ലവോ എങ്ങാനും ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ല, എനിക്ക് വേറെ ഒന്നും അറിയാനില്ല കേട്ടോ. അതെന്താ, എന്റെ ക്യാരക്ടറെ കുറിച്ചൊന്നും അറിയാൻ താല്പര്യമില്ല? തന്റെ ഒരുവിധ സ്വഭാവം ഞാൻ കണ്ടതല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ അറിയാം. തന്റെ ഫ്ലേറ്റിംഗ് ഒന്ന് കുറച്ച് ഒഴിവാക്കിയാൽ മതി, എന്റെ കൺട്രോള് പോവില്ലെങ്കിൽ. അതുകൊണ്ടാ തന്റെ കുട്ടുടുപ്പ് പോലും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, തിരുവോണത്തിന്റെ അന്ന് അതിടരുത്. തിരുവോണത്തിന്റെ അന്ന് കോവിലും കൂടി പോവാനുള്ളതാ. അതിടാതെ സാരി എങ്ങാനും എടുക്കോ? എനിക്ക് തന്നെ സാരിയിൽ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. വിഷ്ണുവിന്റെ റിക്വസ്റ്റ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്തോന്ന് ഞാൻ മറന്നല്ലോ. എടുത്തമ്മേ, ദാ ഈ കഷ്ണങ്ങൾ നുറുക്കാനുള്ളതാ പറഞ്ഞത്. ഇഷ്ടൂലേക്കുള്ളത് ഇതങ്ങ് നുറുക്കിക്കോളൂ. പിള്ളേരെ വേഗം ആവട്ടെ, എന്നിട്ട് പോയി റെഡി ആവാൻ നോക്ക്. 2 മണിക്കൂർ 3 മണിക്കൂർ വേണം ഓരോന്നെ റെഡി ആവാൻ. അമ്മേ, ഇസ്റ്റയിലേക്കും പായസത്തിലേക്കുള്ള നാളികേരം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേറെന്തെങ്കിലും പണിയുണ്ടോ? അളിയ, കിച്ചന്റെ പണി കയറ്റി പൂവരിയാൻ നോക്കാം. ഞാനിപ്പോ വരാം. മക്കളെ, പൂക്കള് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ശങ്കറിനോട് പറഞ്ഞ അയാള് കൊണ്ടുവന്നു തരും. വേണ്ടേ, ഇതന്നെ ധാരാള.
മാല പോലെ ഇരിക്കുന്ന പിള്ളേരെ പോയി സഹായിക്കട്ടെ രണ്ടും കൂടിയിട്ട്. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേ, വേഗം റെഡിയാവണ്ടേ ഞാൻ. പെട്ടെന്ന് കഴിയും. എനിക്ക് സാരി ഒന്നും എടുപ്പിച്ചേരണേ, എനിക്ക് അതറിഞ്ഞൂടാ. അതല്ല ഒടുപ്പിച്ച് തരാലോ, എന്നാലും മനസ്സിലാവുന്നുണ്ട്. പിള്ളേരെ നിങ്ങളുടെ കഴിഞ്ഞില്ലേ? എത്ര നേരമായി ഒരുങ്ങാൻ പോയിട്ട്? കോവിലിൽ ഇപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും. കുഞ്ഞിടെ കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ എന്ത് ചെയ്യും? അധികം നേരം നിന്നാ ഇനി കഴിക്കും. അഭിഷേകത്തിന് മുന്നേ നമ്മൾ അവിടെ എത്തണ്ടേ? ഈ കുട്ടികളാരെ സാരി കൊടുക്കാൻ പറഞ്ഞതോ? വരെയൊക്കെയല്ല ചുരിദാർ ഇട്ടാൽ മതിയായിരുന്നില്ലേ? നിങ്ങളെല്ലാം പോവാൻ നോക്കിക്കൊള്ളുന്ന, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്നോളാം. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായില്ലേ? നമുക്കിന്ന് ഇറങ്ങാൻ നോക്കാം. കുട്ടാ, ആ പാലെടുത്ത വണ്ടിയിൽ കെട്ടിയ മുറുക്ക പിടിച്ചിരിക്കണേ. ഉഷേ, മഞ്ജു, വീട്ടിൽ കയറി വണ്ടിയിൽ നോക്കി നിൽക്കാതെ അവര് വന്നോളൂ. കുറെ നേരെ കാത്തിരിക്കണം. കാത്തിരിപ്പിന് വലിയ സുഖമൊന്നുമില്ല. പോവാം. എത്ര നേരമായി കാത്തിക്കുന്നു? ഇവിടെ ഒരാളുടെ ഒരുക്കം കഴിയണ്ടേ, അതുകൊണ്ടാടാ. ചുമ്മാ പറയുന്നതാ. ഓ എടത്തിയമ്മ, അന്ന് വീട്ടിൽ വന്ന് പരിചയപ്പെട്ടതല്ലേ? എടാ കളിയാക്കാൻ തുടങ്ങാതെടാ. കുഞ്ഞാ, നീ വീട്ടിലെടുത്തേക്കന്നോ? അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് കമ്മിറ്റി കാര്യങ്ങളുണ്ട്, അത് കേട്ട് അങ്ങോട്ട് വരാം. ശല്ലേ? അവിടെ പരിചയമില്ലാത്ത കുറെ മോങ്ങളെ കാണാനുണ്ട്. ഞാനും ശ്രദ്ധിച്ചു. നിങ്ങൾ രണ്ടുപേരും കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് രവിയോട് നമ്മുടെ ആൾക്കാരെ റെഡിയാക്കാൻ പറ. ഞാൻ അച്ഛനെ കണ്ട് ഇവരൊന്ന് പറഞ്ഞിട്ട് വരാം. ഡേയ്, അവൻ വരണടാ. അവനെ ഊരോടെ മൊട്ടും വിടാതെ. അയ്യോ മോനെ, വിഷ്ണു സൂക്ഷിച്ച്. അളിയ, നമ്മൾ കയറി ഇടപെടണോ? അവനെ കൊണ്ട് തനിച്ച് പറ്റുമത്? അളിയൻ ടെൻഷൻ അടിക്കാതെ, അവൻ കില്ലാടിയല്ലേ. അയ്യോ ഏട്ടാ, കുട്ടിയുടെ ഒന്നും ചെയ്യില്ലേ? നീ പേടിക്കാതിരിക്കുക, അവനൊന്നും പറ്റത്തില്ല. അവന്മാരിനി ജീവനോടെ ഉണ്ടാവോ നോക്കിയാൽ മതി. അളിയ, എന്റെ മോന്റെ ഗതി അവന്റെ കയ്യിലിട്ട് പോലെ ഇരിക്കും അളിയാ. ഇപ്രാവശ്യം അടി ഉണ്ടായില്ലേ? എന്തായാലും സാരില്ല. എന്റെ വിഷ്ണു അവരെയൊക്കെ ഓടിപ്പിച്ച് കാണും. ആർക്കൊന്നും പറ്റിയില്ലല്ലോ. അടി ഇടിയൊക്കെയായാലും എല്ലാം നല്ലപോലെ നടത്താം അമ്മേ. വിഷ്ണുവിനെ സംരക്ഷിക്കാൻ ഇനിയിപ്പോ അവന്റെ കൂടെ ആളുണ്ട്, നമ്മള് പേടിക്കേണ്ട. ഇനി പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞിരിക്കാതെ പോയി കുളിച്ച് റെഡിയാവാൻ നോക്കുക. തിരുവാതിരക്കളിക്ക് റെഡിയാവണ്ടേ? ഓണാഘോഷം കിടക്കുക. ഞങ്ങളില്ലാതെ അപ്പൊ ഓണാഘോഷം നടത്താണല്ലേ? വീട്ടിനോട് ഞാൻ മിണ്ടത്തില്ല. മോളെ സാവത്സര, നീ ഇല്ലാതെ ആരും ഓണാഘോഷിക്കുന്നു? നിന്നെ കാത്തല്ലേ ഞങ്ങൾ ഇരിക്കുന്നത്. എവിടെ പിള്ളേരെവിടെ? എവിടെ അളിയനെവിടെ? അളിയാ, ഞാനിവിടെ ഉണ്ട് ട്ടോ. അമ്മാവും ഐ ഹിയർ. കുഞ്ഞേച്ചി, കുട്ടേട്ടാ. വാസുട്ടാ, ഇവിടെ പാടാ. ദേ, ഇതാ വിദ്യ, നിന്റെ കുട്ടേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ച്. നമസ്കാരം വാസുദേവ്. ഓ ക്യൂട്ടാണല്ലോ ചേച്ചി. ഓ സോറി സോറി, എടുത്തിയമ്മ. ആണ് എന്റെ കല്യാണം കഴിക്കാൻ പോകുന്നത് വിഷ്ണു. ഹായ് വാസുദേവ്. ആ, എന്റെ കുഞ്ഞേച്ചിക്ക് അത്ര ചെയ്തിട്ടൊന്നുമില്ല, എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം. അളിയ സുഖല്ലേ? സുഖമായിരുന്നു അളിയാ. ഇനിയിപ്പോ എങ്ങോട്ട് എന്താന്ന് അറിയത്തില്ല.
അയ്യോ എന്തായി കാണിക്കുന്നേ? മാറി നിൽക്ക് കുട്ടേട്ടാ. മാറുന്നില്ല എന്റെ പെണ്ണെ, അവിടെ നിൽക്ക്. നാളെ ഞാൻ തിരിച്ചു പോകുന്ന കാര്യം നീ മറന്നുപോയോ? 1 വർഷം കേട്ട് ഞാൻ വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണം. അതുവരയ്ക്ക് എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരെണ്ണം മാത്രം. ഞാനത് കഴിഞ്ഞ പൊക്കോളാം. വേറെ ശല്യം ചെയ്യില്ല, ഉറപ്പായിട്ടും. കുട്ടേട്ടാ, ഐ ലവ് യു. ഐ ലവ് യു ടു വിദ്യ. ഞാൻ പോകില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് പറയാൻ തോന്നിയത്. സാരമില്ല, ഞാൻ എന്നും നിന്നെ വിളിക്കുന്നുണ്ട്. ഫോൺ എടുക്കാൻ മടി കാണിക്കരുത്. ഒരുപാട് നേരമായില്ലേ, പോയി കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. വിളിച്ചെടുക്കാതെ കുട്ടേട്ടാ. ഗുഡ് നൈറ്റ്. ഇതെന്താ എന്റെ റൂമില്? എന്തു പറ്റി? എന്താ ഒരു ദേഷ്യഭാവം? ഞാൻ ഷോർട്ട് ഡ്രസ് ഇട്ടോണ്ടാണോ? അതാണോ അങ്ങനെ ദേഷ്യത്തിരിക്കുന്നേ? എന്തു പറ്റി? വിഷ്ണുയുടെ കാര്യം പറയേ, എന്നിങ്ങനെ ടെൻഷൻ ആക്കാതെ. നാളെ പോകുന്ന കാര്യം മറന്നു കുഞ്ഞാനി. നിന്നെ ഫസ്റ്റ് ടൈം കണ്ടത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയൊരു ഇഷ്ടാ. നീ എന്നെ ആരാണെന്ന് പോലും അറിയാതെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാ. ഇത്രയും അടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം നിന്റെ കൂടെ നിൽക്കുമ്പോൾ. എന്തെന്നറിയാത്തൊരു, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയണില്ല. ഇപ്പൊ നീ പെട്ടെന്ന് പോവാന്ന് കേട്ടപ്പോ നിന്നെ ഇപ്പൊ തന്നെ കല്യാണം കഴിച്ചിട്ട് നിർത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം. എന്താ വിഷ്ണുടാ ഇങ്ങനെ കിടന്ന് വിഷമിക്കാതെ, നമുക്ക് ഫോണിലൂടെ സംസാരിക്കാലോ. 1 കൊല്ലം എന്ന് പറഞ്ഞ് ഇപ്പൊ വേഗം പോവും. ഇനി ആ 1 കൊല്ലം വരെ എന്റെ ഓർമ്മയ്ക്കായിട്ട് വിഷ്ണുട്ടിനെ ഞാൻ എന്തെങ്കിലും തന്നിട്ട് പോയാ പോരെ? കുഞ്ഞ, നീ എന്ത് തരാനാ ഉദ്ദേശിക്കുന്നേ? നീ എന്ത് തരാൻ ഉദ്ദേശിച്ചാലും ഞാൻ നിന്നിൽ നിന്നൊരു കാര്യം നേടിത്തിരിക്കും. തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തു നീ വിറയ്ക്കുന്നു